ജെഎസ് നേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലമ്പുഴ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് 2024 നടക്കുന്ന മലമ്പുഴയിലെ ഫ്ലവർ ഷോ 23 ജനുവരി മുതൽ 28 ജനുവരി വരെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫ്ലവർ ഷോ ആയിരുന്നു ഇത്. ഫ്ലവർ ഷോ കഴിയാൻ 2 ദിവസം ബാക്കി നിൽക്കുകയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വാഹനത്തിരക്കും അതുപോലെ തന്നെ ജനത്തിരക്കും ഉണ്ടായിരുന്നു. ഇതാണ് മെയിൻ കവാടം വരുന്നത്. ഇവിടെ ഒരാൾക്ക് 50 രൂപ ടിക്കറ്റ് വെച്ച് നമ്മൾ അകത്ത് കയറാൻ പോവുകയാണ്. ഈ ഒരു 50 രൂപ നമുക്ക് എന്തായാലും ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ അകത്തുള്ള കാഴ്ചകൾ അത്രക്കും മനോഹരമാണ്. തുടർന്ന് വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അകത്ത് കയറിയുള്ള തിരക്കാണ് നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ജനത്തിരക്ക് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് അനുഭവപ്പെട്ടിരുന്നു. ഈ ഒരു ഭാഗത്ത് നിന്ന് 2 വഴിയായിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഇടത്തോട്ടും അതുപോലെ തന്നെ വലത്തെ ഭാഗത്തു കൂടിയും നമുക്ക് 2 വഴി ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പോയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെ ഇടത്തെ ഭാഗത്തുകൂടെയുള്ള വഴി തിരഞ്ഞെടുത്ത് അതിലൂടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇടത്തെ ഭാഗത്തു കൂടി ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലവർ അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ടും ചെണ്ടുമല്ലിയാണ് ധാരാളമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനിടയിലാണ് നമ്മൾ ഈ കാണുന്ന ഡയാൻഡസ് പ്ലാന്റുകൾ, പല നിറത്തിലുള്ള ഡബിൾ കളർ നിറത്തിലുള്ള ഡയാൻഡസ് പ്ലാന്റുകളൊക്കെ ധാരാളമായിട്ട് നമുക്ക് കാഴ്ചക്കായി നമ്മൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഡയാൻഡസ് പ്ലാന്റിന്റെ നേരെ എതിർവശത്തായിട്ട് ധാരാളം സീനിയ പ്ലാന്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പല വെറൈറ്റി നിറത്തിലുള്ള സീനിയ പ്ലാന്റ് കൊണ്ട് അവിടെ മൊത്തം അലങ്കരിച്ചിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് ഒരു മാനിന്റെ ഒരു രൂപവും നമുക്ക് കാണാം. ആ മാനിന്റെ രൂപത്തിൽ നിറയെ പ്ലാസ്റ്റിക് പൂക്കളാണ്. മറ്റുള്ളതൊക്കെ ഈ സീനിയ പ്ലാന്റുകളൊക്കെ ഒറിജിനൽ നല്ല പല നിറത്തിലുള്ള സീനിയ പ്ലാന്റുകൾ വെച്ചിട്ടാണ് ആ ഒരു ഭാഗം അലങ്കരിച്ചിട്ടുള്ളത്. നമ്മൾ സീനിയ പ്ലാന്റിന്റെ തൊട്ട് പുറകിലായിട്ട് നമുക്കൊരു ആനയുടെ പ്രതിമയെ കാണാം. അതിന്റെ ചുറ്റും നല്ല റെഡ് സെലോസിയ പ്ലാന്റ് വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതിന്റെ ചുറ്റുമായിട്ട് നമ്മളുടെ മഞ്ഞ ചെണ്ടുമല്ലി വെച്ചിട്ടാണ് ആ ഒരു ഭാഗം അലങ്കരിച്ചിട്ടുള്ളത്.
നേരത്തെ ഞാൻ 2 വഴി പറഞ്ഞു, ലെഫ്റ്റ് സൈഡിലൂടെ റൈറ്റ് സൈഡിലൂടെ. ആ റൈറ്റ് സൈഡിലൂടെ വരുന്നവർക്ക് കാണാനുള്ള ഒരു കാഴ്ചയാണ് ഇത്. ഇതാണ് മെയിൻ കവാടം എന്ന് പറയുന്നത്, മെയിൻ വഴി എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിലൂടെ വരുമ്പോഴാണ്. അവിടെയുള്ള മെയിൻ കാഴ്ചയാണ് ഈ ഒരു അംബ്രല്ലയുടെ കാഴ്ച. അതിൻ്റെ 2 സൈഡിലുമായിട്ട് നമ്മൾ ചെടിയൊക്കെ നനക്കാൻ ഉപയോഗിക്കുന്ന സ്പ്രെയർ പോലെ നിറയെ 2 സൈഡിലും സ്പ്രെയർ വെച്ചിട്ടുണ്ട്. ആ ഒരു സ്പ്രെയറിലൂടെ വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ അവിടെ നിൽക്കുകയും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ആ ഒരു പ്ലേസിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പ്രേ എല്ലാ സമയത്തുമില്ല, നിശ്ചിത ഇടവേളകളിൽ മാത്രമാണ് അവിടെ സ്പ്രേ ചെയ്യുന്നത്. ആ ഒരു സ്പ്രേ ചെയ്യുന്ന സമയം നോക്കി സഞ്ചാരികൾ അതിലൂടെ പോകാനും അതുപോലെ തന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനും കൂടുതൽ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യാറ്. ആ ഒരു അംബ്രല്ലാസിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് ഇടത് ഭാഗത്തുള്ളതാണ് ഈ ഒരു കാഴ്ച. ധാരാളം വിൻക ഫ്ലവേഴ്സുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പല നിറത്തിലുള്ള, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ പല നിറത്തിലുള്ള, അതിലും കൂടുതൽ വെറൈറ്റി പല നിറത്തിലുള്ള വിൻക ഫ്ലവറുകളാണ് ഇവിടെ നിരനിരയായിട്ട് വെച്ചിട്ടുള്ളത്. ഈ കാണുന്നതെല്ലാം വിൻക ഫ്ലവേഴ്സുകളാണ്. ഈ വിൻക ഫ്ലവേഴ്സിൻ്റെ സൈഡിലൂടെ ഒരു മതിൽ പോലെ ഈ ഒരു കെട്ടി വെച്ചിരിക്കുന്നത് സെലോസിയ ഫ്ലവർ കൊണ്ടാണ്. നല്ല തിക്കായിട്ടുള്ള റെഡ് സെലോസിയ ഫ്ലവറിൻ്റെ പ്ലാന്റ് കൊണ്ടാണ് ഇവിടെ നിറച്ചിട്ടുള്ളത്. റെഡും അതുപോലെ തന്നെ യെല്ലോ സെലോസിയയും ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വിൻക ഫ്ലവറും അതുപോലെ തന്നെ സെലോസിയ ഫ്ലവറൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് നടക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ധാരാളം പെറ്റോണിയ ഫ്ലവറുകൾ അവിടെ വെച്ചതായിട്ട് കാണാൻ കഴിയും. സിംഗിൾ കളറും അതുപോലെ തന്നെ ഡബിൾ കളറും അതുപോലെ തന്നെ പല വെറൈറ്റീസ് പെറ്റോണിയ ഫ്ലവേഴ്സുകൾ അവിടെ വെച്ചിട്ടുള്ളതായിട്ട് കാണും. അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു ബുദ്ധൻ്റെ പ്രതിമയും നല്ല ആകർഷണം ഈ ഒരു പുഷ്പോത്സവത്തെ കൂട്ടുന്നു. ഈ ഒരു ബുദ്ധൻ്റെ പ്രതിമയും അതുപോലെ തന്നെ ഈ ഒരു പെറ്റോണിയ ഫ്ലവറിൻ്റെ ഒക്കെ അടുത്ത് തന്നെ ധാരാളം കുട്ടികളാണ് ഫോട്ടോസും അതുപോലെ തന്നെ സെൽഫീസും ഒക്കെ എടുക്കുന്നത്. ഇവിടുത്തെ രാത്രി കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമാണ് കേട്ടോ. ഈ ഒരു ബുദ്ധൻ്റെ പ്രതിമയുടെയൊക്കെ ആ ഒരു പെറ്റോണിയ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ അടുത്തൂടെ നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റുകളാണ് ധാരാളമായിട്ട് ഇട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രി കാഴ്ച അതിമനോഹരമാണ്. ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇടത്തെ ഭാഗത്തുകൂടെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അവിടെയുള്ള കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു ചെറിയ വണ്ടിക്കകത്തായിട്ട് ധാരാളം സാൽവിയ പ്ലാന്റുകൾ ധാരാളമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 3 നിറത്തിലുള്ള സാൽവിയ പ്ലാന്റുകൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും.
അതിനുശേഷം തൊട്ട് താഴെ തന്നെ നമുക്ക് വാടാമല്ലി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു തരത്തിലുള്ള വാടാമല്ലി തന്നെയാണ് ധാരാളമായിട്ടും അവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഈ ഇടത്തെ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കുറച്ചൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് നമുക്ക് ചെടികളൊക്കെ വാങ്ങാനായിട്ടുള്ള സ്റ്റാളുകളൊക്കെ ധാരാളമായിട്ട് കാണാം. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഈ അഡീനിയം, അതുപോലെ തന്നെ ഓർക്കിഡ്, അതുപോലെ തന്നെ ധാരാളം ഫ്ലവേഴ്സിൻ്റെ സീഡ്സുകൾ, അങ്ങനെയൊക്കെ ധാരാളമായിട്ട് സ്റ്റാളുകൾ നമുക്ക് ആ ഒരു ഭാഗത്തു നിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു നിരവധി സ്റ്റാളുകൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡ് സ്റ്റാളുകളും ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള സ്റ്റാളുകളുടെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ നേരെ ഉദ്യാന ഭാഗത്തെ കാഴ്ചകൾ കുറച്ചുകൂടി കാണാനുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വാട്ടർ ഡാൻസിൻ്റെ സൈഡിലൂടെ 4 വശത്തുകൂടി ധാരാളമായിട്ട് റോസ് പ്ലാന്റുകൾ, പല നിറത്തിലുള്ള ഫ്ലവേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന റോസ് പ്ലാന്റുകൾ അവിടെ സെറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ റോസ് പ്ലാന്റ് ഒന്നും പക്ഷേ നമുക്ക് വാങ്ങാനായിട്ട് ഒരിക്കലും പറ്റില്ല. ഏകദേശം നമ്മൾ വാങ്ങുന്ന തരത്തിലുള്ള റോസ് പ്ലാന്റുകളാണ് വെച്ചിട്ടുള്ളത് എങ്കിലും അതിൽ നിന്നും നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാനായിട്ട് പറ്റില്ല. അത് ഫ്ലവർ ഷോക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്ത ഭാഗങ്ങളാണ് ഈ റോസ് പ്ലാന്റുകളൊക്കെ. ഈ ഒരു വാട്ടർ ഡാൻസിൻ്റെ തൊട്ട് പുറകിലായിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ റോസ് ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത ഒരു ഭാഗം കാണാനായിട്ട് കഴിയും. ആ ഒരു ഭാഗത്ത് നമുക്ക് അതുപോലെ തന്നെ ഒരു മത്സ്യകന്യക, ധാരാളം പൂക്കളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു മത്സ്യകന്യകയും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇതുപോലെ തന്നെ ധാരാളമായിട്ട് റോസ് ഫ്ലവറുകൾ പല നിറത്തിലുള്ളതാണ് അവിടെ നമുക്ക് കാണാനായിട്ടുള്ള ആകർഷണം. നമ്മളിപ്പോൾ കണ്ട വാട്ടർ ഡാൻസും അതുപോലെ തന്നെ അതിൻ്റെ പുറകുവശത്തുള്ള മത്സ്യകന്യകയുടെയും ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനുള്ളതാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ധാരാളം സെലോസിയ പ്ലാന്റുകൾ, വേറൊരു തരത്തിലുള്ള സെലോസിയ പ്ലാന്റുകളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു ഭാഗമാണ് നമുക്ക് കാണാനുള്ളത്. ഇവിടെ നമുക്ക് നേരെ നോക്കിയാൽ തന്നെ അതിൻ്റെ മുകളിലൂടെ പോകുന്ന, റോപ്പിലൂടെ പോകുന്ന ആളുകളെയൊക്കെ നേരെ കാണാനായിട്ട് സാധിക്കും. ഏകദേശം ഞങ്ങൾ കയറിയ സമയം എന്ന് പറയുന്നത് 4:30 ഇതിനകത്തേക്ക് പ്രവേശിച്ചത്.
ജനത്തിരക്കിൻ്റെ ഇടയിലൂടെ ഈ ഒരു കാഴ്ചകളെല്ലാം, ഈ ഫ്ലവർ ഷോയുടെ കാഴ്ചകളെല്ലാം കണ്ട് ഡാമിൻ്റെ സൈഡ് എത്തിയപ്പോഴേക്കും ഏകദേശം സന്ധ്യയായിരുന്നു. ഇരുട്ടി തുടങ്ങിയിരുന്നു ഡാമിൻ്റെ ആ ഒരു വശം എത്തിയപ്പോഴേക്കും. ഈ ഒരു ഭാഗത്ത് കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം നമുക്ക് ഡാമിൻ്റെ മുകളിലേക്കായിട്ട് കയറേണ്ടതുണ്ട്. പക്ഷേ ഡാമിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴേക്കും ഏകദേശം രാത്രിയാവും, ഇരുട്ടി തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത്രയൊക്കെയാണ് 2024 ഫ്ലവർ ഷോ മലമ്പുഴ ഡാമിൽ നമുക്കായിട്ട് കാണികൾക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടുന്ന് എടുത്തൊരു മുകളിൽ കയറിയതിന് ശേഷം അവിടുന്ന് എടുത്തൊരു ഫോട്ടോസ് ഉണ്ട്, അതും കൂടി കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.